No, no, no. It's okay. അടപടല അടിച്ചുകൊണ്ട് പോകും. ഇവിടുത്തുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞല്ല, പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടം സേഫ് ആണ് കേട്ടോ. അതെ ഈ ഭാഗം. ഇറ്റ്സ് എ ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ മീ. ഓക്കെ സർ, we are Indians. Yeah, we are Indians. We are common. Yeah. And I am very proud of you. ഗൈസ്, അങ്ങനെ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ആദ്യം തന്നെ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു വലിയൊരു താങ്ക്സ് പറഞ്ഞു തുടങ്ങുകയാണ് നമ്മുടെ ഹിമാലയൻ മൂസ മുബാറക്കിന്. കാര്യം അവൻ്റെ ഒരു ഹെൽപ്പോട് കൂടിയാണ് ശരിക്കും ഞാൻ ഇവിടെ സേഫായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. കാര്യം അവൻ്റെ ഒരു പരിചയത്തിൻ്റെ പുറത്താണ് ഞാൻ ഇവിടെ വന്നത്. ഞാനിവിടെ ഇത്രയും ദിവസം സുരക്ഷിതമായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അവൻ്റെ ഒരു കമ്പനി ബേസിലാണ്. പിന്നെ ഇവിടെ വരാനായിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ ഈ ഒരു പേര് ജഹാംഗീർ ലോഡ്ജ്, ഇത് ഗൂഗിൾ മാപ്പിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. അത് കറക്റ്റായിട്ട് ഇവിടെ കൊണ്ട് എത്തിക്കും. പിന്നെ റേറ്റ് വന്നിട്ട് 300 to 500 എനിക്ക് ഒരു ദിവസം 500 പുള്ളി വാങ്ങിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്ര തുടങ്ങാം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് തിരിഞ്ഞിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് വന്ന് അപ്രോച്ച്, അതായത് ഹെൽപ്പ് വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കാരണവശാലും പിടികൊടുത്തേക്കരുത്. അവന്മാർ നിങ്ങളെ അടപടല അടിച്ചുകൊണ്ട് പോകും. ഇവിടുത്തുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞല്ല, പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടം സേഫ് ആണ് കേട്ടോ. അതെ ഈ ഭാഗം. ഓക്കെ, അപ്പോൾ നേരെ ഇനി ബജാജിൻ്റെ സർവീസ് സെൻ്ററാണ്. പിന്നെ കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ടായിരിക്കും നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നത്. അതിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു സങ്കടവും വിഷമവും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടാണ് ഞാൻ അത്രയും സംസാരിച്ചത് കേട്ടോ. അതിൽ പല വിഷ്വൽസും ഞാൻ എന്തായാലും കട്ട് ചെയ്ത് കളയും. കണ്ടോ, കാരണം വരവുണ്ടോ, നിങ്ങൾ വേണമെങ്കിൽ നോക്കിപ്പോക്കോണം കേട്ടോ. നമ്മുടെ പുറത്തുവിടാൻ വരുമെന്ന് കയറിപ്പോ. അപ്പോൾ വീഡിയോ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് കഴിഞ്ഞ ഒരു ദിവസം എങ്ങനെ പോയെന്ന്, കഴിഞ്ഞൊരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എത്തി. ആ ഒരു ദിവസം എങ്ങനെ പോയെന്ന് എനിക്ക് യാതൊരു രീതിയിലുള്ള പിടിയില്ല. എങ്ങനെയൊക്കെയോ ഞാൻ ഇവിടെ എത്തിയോ, വീട്ടുകാരുടെ പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അത്രയും ദേഷ്യവും വിഷമവും വന്നതേ ഈ ഒരു അളവിനാണ് ഞാൻ രക്ഷപ്പെട്ടു പോയത്. ബാക്കിൽ നിന്ന് കണ്ടെയ്നർ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് തന്നെ, അങ്ങനെയാണെങ്കിൽ പറയാം കേട്ടോ, വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് തന്നെ ഞാൻ രക്ഷപ്പെട്ടത്. അപ്പോൾ അതൊരിക്കലും ഒരു ചെറിയ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഒരു സീരിയസ് ആയിട്ട് സംസാരിച്ചത്. പിന്നെ ഞാനൊരു പരിധി വരെയും യൂട്യൂബിൽ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം ഇവർക്ക് ഒരു ഐഡിയ കിട്ടേനെ. പിന്നെ അതിനെപ്പറ്റി എന്താണ് ഏതാണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുറേ എണ്ണം കാര്യം സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത്. കാരണം പിന്നെ അതിൻ്റെ പുറകെ തൂങ്ങി നിൽക്കാൻ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും അത് വേണ്ട, അങ്ങ് പോട്ടെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു കാര്യം, ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി സർവീസ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നാട്ടിലെ ഷോറൂമിൽ, അതായത് ഒരു സെയിൽസ് മാനേജർ ആയിരുന്ന ഒരു പുള്ളിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നിസ്സാരം ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു സെയിൽസ് സ്റ്റാഫിന്, അതായത് ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളിന് ഇത്രയും ആവുമെന്നുണ്ടെങ്കിൽ ഒരു മാനേജ്മെന്റിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇനി പോകാൻ വേണ്ടി ഷോറൂമുകളില്ല കേട്ടോ, ഒരുപാട് ഷോറൂമുകളിൽ പോയി. അത് കിട്ടാതായപ്പോഴാണ് ഞാൻ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു. അവരെ വിളിച്ച് പറഞ്ഞവർ കുറേ നമ്പർ അയച്ചു. ഞാൻ വിളിച്ച സമയത്ത് ഈ ഒരു ബോൾട്ടിന്റെ കേസ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായിട്ടു. 220 ആണോ 220 എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. എനിക്കാണ് എൻ്റെ മാനസികാവസ്ഥ അനുസരിച്ച് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും വിഷമവും ആ ഒരു മൊമെന്റ്. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും, ഫേസ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങ് കലി വന്നു. ഞാൻ അപ്പോൾ തന്നെ അവിടെ നിന്നൊരു വീഡിയോ എടുത്തു ആ ഒരു മൊമെന്റിൽ. അപ്പോൾ അതാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് കേട്ടോ. അതാണ് അത്യാവശ്യം കയറി പോവുകയും ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറി പോവുള്ളൂ. പിന്നെ ഈ ഒരു ബോൾട്ട് കിട്ടിയത് കേട്ടോ, അത് ഞാൻ ഒന്നുകൂടെ പറയാം. പിന്നെ ഈ ഒരു ബോൾട്ട് കിട്ടിയത് ഞാനങ്ങനെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. ഈ ഒരു വയറിംഗ് സെഗ്മെന്റ് ഉണ്ടല്ലോ, ഇത് അമീർ നമ്മുടെ ഇതിൽ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള കുറച്ച് വയേഴ്സ് ഉണ്ട്. ആ വയേഴ്സ് എല്ലാം കൂടെ ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്ന, ഒരു ടേപ്പൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഇതിലാണ് തൊടുത്തിയിരുന്നത് കേട്ടോ. അത് നിങ്ങളൊന്ന് ആലോചിച്ച് ഞാൻ എന്ത് ദൂരം, ഇത് പേരിലിടാ പോണ ഫണ്ടോറങ്ങ, ഇത് കയറി പോണം കേട്ടോ. അതാണ് സംഭവം. എനിക്ക് തെറ്റിയതാണ്. ഒരു കാര്യം കൂടെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഈ ഒരു കാര്യം നിങ്ങൾ ദയവേത് ശ്രദ്ധിച്ച് കേൾക്കും. ഞാൻ ആ ഷോറൂമിൽ ചെയ്തത്, ഞാൻ അതിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, ഞാൻ പറഞ്ഞതാണ് ഒരിക്കൽ. അതുകൊണ്ട് ഇനി എന്തായാലും അതിനെപ്പറ്റി പറയുന്നില്ല. ആ ഷോറൂമിൽ ചെയ്ത് എഞ്ചിൻ സൈഡ് വർക്കാണ്. അവിടെ മെക്കാനിക്ക് പയ്യന്മാർക്ക് ഒരുപാട് വിഷമം തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്താണ് ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് തോന്നിയൊരു വിഷമമാണ്. നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കുക. അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളാണെങ്കിലും റിയാക്ട് ചെയ്യുന്നതേ ഉള്ളൂ. അത്രേ ഞാൻ ചെയ്തുള്ളൂ. പിന്നെ ഞാൻ അവിടെ ചെയ്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ വർക്കാണ്. എഞ്ചിൻ സൈഡിൽ യാതൊരു പ്രശ്നവും നിലവിൽ എനിക്കില്ല. 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങളാരും അതിനെപ്പറ്റി ബോധേഡാവണ്ട. നിങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള തെറ്റുമില്ല. ഒരു പ്രശ്നം ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു രീതിയിൽ ഒരു സീരിയസ്നെസ് കാണിക്കുക. നമ്മൾ പെട്ടെന്ന് എന്താ പറയാം, ഇത്രയും ദൂരത്തെ ഒന്നും പറ്റാത്ത രീതിയിൽ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇവിടെയൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നല്ല ശ്രദ്ധ വേണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരുത്തിന്
ഇടിച്ച് തെറിപ്പിച്ചു. വെറുതെ പറഞ്ഞതല്ല, എൻ്റെ ക്രാഷ് കാർഡിൽ വന്നിടിച്ചു ഒരു ആക്റ്റീവക്കാരൻ. ഞാൻ ആ റൂമിലോട്ട് എത്തുന്നതിന് മുന്നേ അവൻ ഹമ്പിൽ കയറ്റിയിട്ട് പെട്ടെന്ന് കുത്തി ചവിട്ടി. ഞാൻ തൊട്ട് പുറകെ വന്ന് ഞാൻ ചവിട്ടിയിട്ട് നിന്നില്ല, ക്രാഷ് കാർഡിൽ ഒന്ന് ഇടിച്ച് അവൻ തെറിച്ച് റബ്ബർ ബന്ധു പോലെ അങ്ങ് പോയി. ഇപ്പൊ അപ്പോഴെനിക്ക് ശരിക്കും മനസ്സിലായി ക്രാഷ് കാർഡ് എത്രത്തോളം പവർ ഉണ്ടെന്ന്. എൻ്റെ പൊന്നി, അത് അവർ രംഗം കാണരുത്. അവൻ സിനിമ സ്റ്റൈലിൽ ചാടി ഇറങ്ങി വന്നു. ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ സോറി പറഞ്ഞു. പിന്നെ മെയിനായിട്ട് ഈ ഒരു ക്യാമറ ഇരുന്നതുകൊണ്ട് അവൻ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിന്നില്ല. ഫസ്റ്റ് അവൻ ചോദിച്ചു, യു ആർ യൂട്യൂബർ റൈറ്റ് എന്ന് ചോദിച്ചു. ഒരു പയ്യനാണ്, ഒരു മാക്സിമം ഒരു 10, 22, 25 വയസ്സിനകത്തേ വരുള്ളൂ. യു ആർ യൂട്യൂബർ റൈറ്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു. ഓക്കെ, കെയർഫുൾ എന്നൊക്കെ പറഞ്ഞു. അവൻ കുറെ ഇംഗ്ലീഷിൽ കുറെ അവന് പറ്റുന്ന പോലെ അവൻ എൻ്റെ അടുത്ത് സംസാരിച്ചു. വണ്ടി വേറൊന്നും പറ്റിയില്ല കേട്ടോ, ഇടിച്ച് പെട്ടെന്ന് തെറിച്ചങ്ങ് പോയി. ഈ ഒരു റൈഡിലെ ഏറ്റവും വലിയൊരു ടോൾ കൊടുത്തിട്ട് നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് പോവുകയാണ്. कितना दिल्ली क्या 205 രൂപയാണ് കേട്ടോ. 205 രൂപ തന്നെ വാങ്ങിച്ചവൻ. 205 രൂപ ടോളും കൊടുത്തിട്ട് താഴെ പോവുകയാണ്. ഒരു പെട്രോൾ പമ്പിനെ കണ്ടിട്ട് ഇത്രയും ഒരു ഭയം തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും. ദൈവമേ, കാര്യം ഇവിടെ വണ്ടി റിസർവ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ എങ്ങനെ അവിടെ ഓടിച്ചെത്തും? 105 100 എത്ര കിലോമീറ്റർ ഉണ്ട്. ഇത് റിസർവ് ആയി കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10, 40, 60 കിലോമീറ്റർ ഓടി വന്നിരിക്കും. എന്റെ ദൈവമേ, എന്റെ കിളി നിറച്ചെന്നാണെങ്കിൽ പറയാം കേട്ടോ. ഭയ്യ താങ്ക് യു, പുള്ളിയാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. 94 രൂപ കേട്ടോ ഇവിടെ പെട്രോളിന്. ഓക്കെ എൻ്റെ പൊന്നെ, ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോ അവിടെ. അങ്ങനെ ടോൾ പ്ലാസ വന്ന് ഇത്ര പെട്ടെന്ന് ഞാൻ വരുമെന്ന് വിചാരിച്ചില്ല. ഞാൻ ഒരു കാര്യം പറയാം, ആ പമ്പ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്, ഇല്ലായിരുന്നെങ്കിൽ പെട്ടുപോയേനെ. അതുകൊണ്ട് ഒരു കാരണവശാലും ബൈക്കിൽ വരുന്നവരായിരുന്നെങ്കിൽ കാറിൽ വരുന്നവർ ശരി തന്നെ മാക്സിമം പെട്രോൾ അടിച്ചിട്ട് വേണം കയറി വരാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ 3G ആവും കേട്ടല്ലോ. അത് തന്നെയാന്ന് അറിഞ്ഞൂടാ കേട്ടാ, പോക്കറ്റിൽ കിടന്നൊരു സാധനമാണ് ഇത് തന്നെ. പെട്രോൾ റേറ്റ് കുറവാണ് കേട്ടോ, 94 രൂപ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്തായാലും ഫുൾ ടാങ്ക് അടിക്കാന്ന്. ഒരു സന്തോഷത്തിൽ ഞാൻ അടിച്ച് പെട്ടെന്ന് വിചാരിച്ചാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് മുബാറക്ക് പറഞ്ഞു, അളിയാ ഒരു കാരണവശാലും നീ പെട്രോൾ അടിക്കാതെ അതിനകത്ത് കയറി പോകരുത്, എങ്കിൽ പെട്ടെന്ന് കൂട്ടിയാൽ മതി. അതുകൊണ്ട് മാക്സിമം പെട്രോൾ അടിച്ചിട്ട് വേണം കയറി പോകാൻ. ഞാൻ ഓക്കെടാ എന്നൊക്കെ പറഞ്ഞിട്ട് 94 കിലോമീറ്റർ ഉണ്ടാക്കാത്ത വരെ നിങ്ങൾ നാളെ ചെയ്യാൻ എങ്ങനെ എത്തും? പിന്നെ നേരെ ഇനി സർവീസ് സെൻറ്റർ, അത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും ചണ്ഡീഗഡ് ആ റൂട്ടാണ് പോണത്. അവിടെ നേരെ ഹിമാചൽ, അങ്ങനെയാണ് കയറി പോകാനായിട്ട് പ്ലാൻ ചെയ്യണം. ഞാൻ അവിടെ എന്തായാലും ലേ പോയിട്ട് എന്തായാലും ഒരു 2 ദിവസമെങ്കിലും അവിടെ സ്റ്റേ കാണും. എനിക്ക് സ്റ്റേ എടുത്തേ പറ്റുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ പണിയാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിക്കണം ഇനി അങ്ങോട്ട്. ഇതുവരെ ഞാൻ അത്യാവശ്യം ലുപ്തിച്ചാണ് പോകുന്നത്. ലുപ്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ചപ്പാത്തി ഡാൽ ഇത് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. ആകെ കഴിച്ചത് നമ്മുടെ ഹബി വാങ്ങിച്ചു തന്നിട്ടുള്ള ബിരിയാണി. എൻ്റെ പൊന്നു, അതൊരു രക്ഷയില്ലായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ദൈവമായിട്ടായിരിക്കും അത് കൊണ്ടുവന്നത്. പുള്ളിക്കാരനറിയാം, നീ കുറേ ദിവസത്തേക്ക് ഇനി അരി ആഹാരം കഴിക്കില്ലടാ, വേണമെങ്കിൽ കഴിച്ചു. അത് ഇറച്ചി, ആ ബിരിയാണിക്ക് ഒത്ത ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ, 2 ഐറ്റം ഇറച്ചി ഉണ്ടായിരുന്നു. ഓ, ഇപ്പോഴാണ്ട് അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് നാക്കിൽ നിൽക്കുകയാണ്. ടോൾ പ്ലാസയാണ് കേട്ടോ ഇത് ചെക്ക് ചെയ്യണത്. നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടാണോ പറഞ്ഞതെന്ന് നോക്കണതാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ ഞാൻ ഡൽഹി എത്താറായിട്ടോ. അതാണ്ടാ അതിൻ്റെ തിരക്കുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ പറഞ്ഞേക്കുന്ന ഈ ഒരു പൊല്യൂഷൻ്റെ കേസ് ശരിക്കും പറഞ്ഞ് നേരിട്ട് അനുഭവിച്ചപ്പം എൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലായിട്ടാ. എനിക്കെന്തോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നണം ഇതിൻ്റെ ആ ഒരു ഇത്. പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ പറയണല്ലോ കേട്ടോ. ഇങ്ങോട്ട് നോക്ക് എൻ്റെ പൊന്നി. ഇവിടെ ഇത് മറ്റേ എയർപോർട്ടിൽ പോയതുപോലെ ആവോ? എന്തൊക്കെ ഉണ്ടാക്കി വെച്ചൊക്കെയാണ് കേട്ടോ. നൈറ്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ. KSRTC ബസ് സ്റ്റാർട്ട് ചെയ്ത് പോയാൽ എങ്ങനെ ഇരിക്കും നമ്മുടെ നാട്ടിൽ, അതുപോലെ തന്നെ. ഇവിടുന്ന് എനിക്ക് 27 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ എന്തെങ്കിലും കാഴ്ചകൾ വരുമ്പോഴാണ് ഞാൻ ക്യാമറ ഓൺ ആക്കണം. ഓക്കെ, ഞാനേ ഒരു വലിയൊരു കുരുക്കിൽ നിന്ന് ഇപ്പോൾ ഊരി വന്നതേ ഉള്ളൂ. ഞാനത് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. കാര്യം നിങ്ങളിവിടെ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് പട്ട് പിടിച്ചു പോകും. അമ്മാതിരി തിരക്ക്. എൻ്റെ ബോഡി കംപ്ലീറ്റ് വേർത്ത് വെള്ളമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ.
ഇനി ഇവിടുന്ന് 5.2 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഇത്രയും ദൂരം ഒന്ന് കവർ ചെയ്ത് വരാനായിട്ട് മാപ്പിൽ ഏകദേശം ഒരു 3/4 മണിക്കൂർ കാണിച്ചു. അപ്പോഴേ എനിക്ക് പണി മണത്ത് എന്തോ വരുന്നുണ്ടെന്ന്. നെഗറ്റീവായി പറഞ്ഞല്ലേടാ, അങ്ങനെ വിചാരിക്കണ്ട. പോളി സിറ്റിയാണ്, ഒരു രക്ഷയില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റി. പൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ വൻ പൊളിയാണ്. നല്ല രസമുണ്ട്. പിന്നെ റോഡുകളെല്ലാം കൊള്ളാം കേട്ടോ. റോഡും കൊള്ളാം, ഇവിടുത്തെ അന്തരീക്ഷം കൊള്ളാം. അന്തരീക്ഷം മീൻസ് ഈ പൊല്യൂഷൻ പോയിട്ട് ഈ മരവും കാര്യങ്ങളൊക്കെ കണ്ട, നിങ്ങൾ വിഷ്വൽ കണ്ട, അത് വൻ സെറ്റാണ് കേട്ടോ കാണാൻ. കേട്ടില്ല? ആ സർവീസ്. Basic चीज is engine oil. Okay, engine oil. You have disc pad. I have on. Okay, wait. Vice clarity. Hey. Vice आ जाएगी ना. Okay. ഗൈസ്, അങ്ങനെ വണ്ടി ഇതാ റെഡിയാക്കിയിട്ട് ചെറിയൊരു ചെക്കപ്പിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. പുള്ളി ഇതാ പുറകിലിരിപ്പുണ്ട്. ഞാനിപ്പം ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ ഒന്ന് വണ്ടി ഓടിച്ച് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വിടുകയുള്ളൂ എന്ന് പറഞ്ഞൊക്കെയാണ് കേട്ടോ. ഫ്രണ്ട് ഈ ഒരു സംഭവം റെഡിയാക്കി കേട്ടോ അവര്. This is the most old famous and old church. Okay. Roundabout. ഇത് ഒരുപാട് പഴക്കമുള്ള, അതായത് ഡൽഹിയിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ചർച്ചാണ് കേട്ടോ ഇത്. You want to go inside? No sir, it's okay. എന്തായാലും ഇത് okay, careful. എന്തായാലും ഇതുവരെ വന്നല്ലേ, ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാം. It's a great gift. Thank you. ഇവിടുത്തെ റിക്ഷകൾ കണ്ടോ, ഒരു രസം തന്നെ കേട്ടോ. അത് ഒരു പ്രത്യേക ഭംഗിയില്ല സാധനം കാണാൻ. ഇലക്ട്രിക് ആണ് കേട്ടോ എല്ലാം. So it's a great help for me. I will not forget you. I don't know anybody in Delhi expect you. It's a great help for me. Okay. Sir, we are Indians. Yeah, we are Indians. We are common. Yeah. And I am very proud of you. Okay, thank you. പൊളി മനുഷ്യൻ കേട്ടോ. കാര്യം ഞാൻ ഇവിടെ വന്ന് പെട്ടുപോകുമായിരുന്നു. എനിക്ക് Yeah, I will definitely. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കാൻ. ഓക്കെ, ബൈ, താങ്ക് യു സോ മച്ച്. ഞാനിതെങ്ങനെ ഇവിടെ വന്ന് കോൺടാക്ട് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ വണ്ടി റെഡിയാക്കി എന്നായിരിക്കും പലരുടെയും ആലോചന. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പണ്ട് വിമൽ എന്ന് ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞു ഓർമ്മയിടാം. പണ്ട് ബജാജിൻ്റെ ഷോറൂമിലൊക്കെ പോയിട്ട് എന്നെ ആദ്യമായിട്ട് ഒരു വീഡിയോ പോലും എടുക്കാനായിട്ട് സഹായിച്ച പുള്ളിയാണ് കേട്ടോ. ആ പുള്ളിക്കാരൻ അന്ന് അവിടുത്തെ സെയിൽസ് മാനേജറാണ്. പുള്ളിയുടെ ഹെൽപ്പോടെ കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് ചെയ്യണം. അതായത് പുള്ളിക്കാരൻ ഇവിടുത്തെ കക്ഷിയുടെ പേര് ഇവനേട്ടാ ഗൈസ്. അപ്പോൾ പുള്ളിയാണ് ഇപ്പോൾ ലൈനിൽ നിന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശിങ്കാർ എന്നാണ് പുള്ളിയുടെ പേര് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പേരെടുത്ത് പറഞ്ഞത് ഒരുപക്ഷെ പുള്ളിക്ക് എന്നെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് പുള്ളി കാണിച്ചല്ലോ. പോലീസാണോ ഈ ഹോൺ അടിക്കുന്നത്? ഓക്കെ. അപ്പോൾ അവർ എന്നെ സഹായിക്കാനുള്ള ആ ഒരു മനസ്സ് കാണിച്ചില്ലേ. അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അതിശയപ്പെട്ട് നോക്കി നിൽക്കണം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ അവർ ഇങ്ങനെ ഒരു കോലത്തിൽ 220 കണ്ടിട്ടില്ല. അവന് ട്രാഫിക്കും ഇല്ല, ഒന്നുമില്ല, അങ്ങ് പോകാൻ. എൻ്റെ പൊന്നെ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ പോയി വല്ല കഴിക്കട്ടെ. എനിക്ക് വിശക്കണയുടെ എൻ്റെ കണ്ണൊക്കെ കറങ്ങുന്നു. വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്നെ ഇനി പറയാനൊന്നുമില്ല. ഞാൻ ആഹാരം കഴിക്കാത്തതിന് ഇനി ആഹാരം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം പണി പാലും വെള്ളത്തിൽ കിട്ടും. അതുകൊണ്ട് ആഹാരം കഴിക്കാതെ ഇനി ഒരു പരിപാടിയില്ല. ഇനി കാര്യം എന്ന് വെച്ചാൽ അങ്ങോട്ട് അങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ. കുറച്ച് റിസ്ക് എലമെൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നിലവിലുണ്ട്. അതുകൊണ്ട് എന്തായാലും ആഹാരം നല്ല രീതിയിൽ കഴിക്കണം. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയി ഫുഡ് അടിച്ചിട്ട് കാണാം കേട്ടോ. No, it's okay. Sit down. Okay.
Eh? I don't know Hindi. I'm from Kerala. Sleeping. No. I just kid on. Sleeping. No. Sand. Thank you. डॉक्टर भी है पास में, ज़्यादा दिक्कत हो डॉक्टर? No need. I'm okay. Okay. I'm okay. Thank you so much. Kerala. കൈ ശരിക്കും കേട്ടാ ഈ ഗ്ലൗസിൻ്റെ ഉപയോഗം എപ്പോഴാണ് ഒരു ഗ്ലൗസിൻ്റെ ഉപയോഗമേ അത് മാത്രമേ ഇവിടെയൊക്കെ പിടിച്ച് കുരഞ്ഞനെ എന്താ ഇവിടെ പോയി ചേട്ടാ ഇതേണ്ട അതെ പെട്ടെന്നൊരു വീഴ്ച വീഴുന്ന എണീറ്റ് അപ്പം തോന്നി ആഹാരം കഴിക്കാത്തതുകൊണ്ടാണ് വീഴുന്നത് കേട്ടോ. അപ്പോൾ അയ്യോ ഇത് തുറക്കണമില്ലേ, അതവിടെ നിന്നും പോയി. എന്തോന്നടേ, ഞാൻ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. വണ്ടി നന്നാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു യാത്രയിലാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പണി പറ്റിയത്. പെട്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു വീഴ്ച. അതിപ്പോൾ ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. ഞാൻ ഇവിടെ കയറി റൊട്ടി കഴിച്ചേട്ടാ. റൊട്ടി മാത്രമൊക്കെയാണ് ഇപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ കഴിക്കണം. അരിയാഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി. പിന്നെ ഞാൻ എൻ്റെ വീഡിയോസിൽ വെറുതെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പം നിങ്ങളുടെ അടുത്ത് പറയാതിരിക്കാം. ഞാൻ എൻ്റെ ഒരു ലൈഫിലെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല, മനസ്സിലാക്കണം എന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ നിങ്ങളുടെ അടുത്ത് ഡെഫിനിഷൻ്റെ ആവശ്യമില്ല. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പം രണ്ട് രീതിയിലെടുക്കാം, നല്ല രീതിയിലെടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റിയ ഓരോ മൊമെൻറ്റ്സാണ്, മനസ്സിലായില്ലേ? അതിപ്പോൾ ഇനി വണ്ടി നിന്ന് വിടുന്നതായിരുന്നാലും ശരി തന്നെ ഇതിപ്പോൾ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തെറ്റ് തന്നെയാണ്. ഞാൻ രാവിലെയും ഒന്നും കഴിച്ചില്ല, അതുപോലെ ഉച്ചയ്ക്കും ഒന്നും കഴിച്ചില്ല. ഇപ്പോൾ ഏകദേശം സമയം വന്നിട്ട് 3:36 ഞാൻ ഇപ്പോഴാണ് ആഹാരം കഴിച്ചത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കിട്ടിയ പണിയാണ്. അപ്പം ഞാൻ വാങ്ങിച്ചു വെച്ചേ പറ്റുള്ളത്. എന്തായാലും ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ക്രാഷ് കാർഡ് ഒന്ന് ചരിഞ്ഞിട്ടുണ്ട് കേട്ടോ, ആ ഒരു ഭാഗത്തോട്ട് നല്ല രീതിയിൽ ചരിഞ്ഞിട്ടുണ്ട്. വേറെ കുഴപ്പമില്ല. എന്തായാലും അത് ഉണ്ടായിരുന്നുകൊണ്ട് കിറ്റ് രക്ഷപ്പെട്ടില്ലെങ്കിൽ കിറ്റ് ചളവളായനെ. പിന്നെ ജാക്കറ്റും അതുപോലെ മുബാറക്ക് എന്ന പാൻറ്റും അത് രണ്ടും ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ ശരീരം രക്ഷപ്പെട്ടത്. ഈ ഒരു ഗ്ലൗവും കണ്ട, ഇത് കണ്ട, ഇത് തറയിൽ ഒരഞ്ഞു പോയതാണ്. ഇതില്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും റൈഡ് ഇറങ്ങുമ്പോൾ വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം വേണമെന്നുള്ള സേഫ്റ്റി മെഷേഴ്സ് കരുതിക്കൊള്ളാം. അല്ല ഒരു കാരണവശാലും വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങരുത്. എവിടെയാണ് എപ്പോഴാണ് പണി പറഞ്ഞതെന്ന് അറിയാൻ പറ്റില്ല. ഇതിപ്പം ഞാനായിട്ട് വരുത്തി വെച്ചതാണ്, ഗിയർ നല്ല ടൈറ്റായി. അതിന് വണ്ടി വലത്തോട്ടില്ലേ ഇവിടുന്ന്? അതെന്ത്? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിവിടെ നിന്ന് വിടാം. ഞാൻ ഇനി ഇവിടുന്ന് ഏകദേശം 964 കിലോമീറ്ററേ ഉള്ളൂ. എൻ്റെ മൂഡ് മൊത്തം പോയിട്ടോ. ഞാൻ ശരിക്കും പറയാം, ഞാൻ വണ്ടി ഇരുന്ന് ഞാൻ ടയേർഡായി വിടുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ല ഒരു കാരണവശാൽ അവിടെ അങ്ങനെ വിടേണ്ട കാര്യമില്ല. ഒരു വണ്ടി ഒന്ന് ഒതുക്കി പെട്ടെന്ന് ഞാൻ ഒരു ചരണ്ട് പുറത്ത് കയറി. സാധാരണ അങ്ങനെ വരുമ്പോൾ വണ്ടി ഞാൻ ചവിട്ട് നിർത്തണമാണ്, എൻ്റെ കയ്യിൽ നിൽക്കും. അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി അങ്ങനെ ഞാനായിട്ട് ഇതുവരെ അങ്ങനെ കൊണ്ടുവന്ന് തള്ളിയിട്ടിട്ടില്ല.
എൻ്റെ പഴയ 220 ആയിരുന്നാലും ശരിയാണ്, അത് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് വീഴുന്നതാണ് അന്ന് രാത്രി. അത് പട്ടി അങ്ങനെ എന്തോ എടുത്ത് കുറുകെ ചാടിയതാണ് ആ ഒരു സമയത്ത്. ഗൈസ്, അങ്ങനെ ഇന്നത്തെ വീഴ്ചയ്ക്ക് ശേഷം എന്താ ഒരു ടെന്റ് സ്റ്റേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ജിയോയുടെ പമ്പിലാണ് കേട്ടോ. കർണാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് ഇവിടെ ടെന്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്ത് വെക്കാം. ഇവിടുത്തെ വ്യൂ ഉണ്ടോ? ഇങ്ങോട്ട് പോകും. I never thought of any reason, a doubt about us, and now I'm right back